വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോയതിനു ശേഷം നമ്മൾ കോളുകളിലേക്ക് മടങ്ങി വരാം. കോവിഡ് രോഗികളുടെ വിവരശേഖരണത്തിൽ സീഡിറ്റിനെ പങ്കെടുപ്പിക്കാൻ സർക്കാർ വിവര വിശകലനം ഘട്ടം ഘട്ടമായി സീഡിറ്റിന് കൈമാറും. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്പ്രിംഗ്ലറിന്റെ സോഫ്റ്റ്വെയർ സീഡിറ്റിന്റെ നിയന്ത്രണത്തിൽ തുടർന്നുപയോഗിക്കും. രോഗികളുടെ വിവരങ്ങൾ സീഡിറ്റിന്റെ സെർവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ കമ്പനി അനുവദിക്കില്ല. എന്നാൽ കരാർ നിലനിൽക്കും എന്നാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം. നിയമ നടപടികൾ ഇന്ത്യയിൽ തന്നെ നടത്താമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. സജോ ദേവസ്യ ചേരുന്നു. സജോ, ആദ്യം ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ കൃത്യമായും തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്പ്രിംഗ്ലറുമായുള്ള കരാർ നിലനിൽക്കും. അതേസമയം തന്നെ വിവരശേഖരണത്തിന് സീഡിറ്റിനെ ഏൽപ്പിക്കുന്നു എന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഘട്ടം ഘട്ടമായി ആപ്ലിക്കേഷനിൽ നിന്നും സ്പ്രിംഗ്ലറിനെ ഒഴിവാക്കും. അങ്ങനെ തന്നെയല്ലേ? അരുൺകുമാർ, തീർച്ചയായും. അതായത് സർക്കാർ ഇക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരുത്തിയുള്ള ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് സത്യവാങ്മൂലത്തിൽ ഇതിന്റെ കാരണങ്ങൾ ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു കരാറിലേക്ക് നയിച്ച സാഹചര്യം വിശദീകരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അതായത് ഏതാണ്ട് 80 ലക്ഷത്തോളം ആളുകൾ അഫക്റ്റഡ് ആകും എന്ന് സർക്കാർ ആദ്യഘട്ടത്തിൽ കണക്കുകൂട്ടുന്നു. അങ്ങനെ വലിയൊരു പാൻഡമിക്കിന്റെ സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും സീഡിറ്റിനെ സംബന്ധിച്ച് ഇത്ര വലിയൊരു വിവരശേഖരണം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഒപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, ഇതോടൊപ്പം തന്നെ ആവശ്യമായ പര്യാപ്തമായ ഒരു സെർവറും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഒരു സേവനം സ്പ്രിംഗ്ലറിൽ നിന്ന് തേടുന്നു. ആ സോഫ്റ്റ്വെയർ സർക്കാർ തുടർന്നും പ്രയോജനപ്പെടുത്തും. ഘട്ടം ഘട്ടമായി ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും വിവരങ്ങളും ഇതുവരെ ശേഖരിച്ച മുഴുവൻ കാര്യങ്ങളും സീഡിറ്റിന്റെ സെർവറിലേക്ക് മാറുന്നു. അതിന്റെ പരിപൂർണമായ ആക്സസ്, നിയന്ത്രണം എന്നത് സീഡിറ്റിന് മാത്രമായിരിക്കുമെന്ന് പറയുന്നു. ഇതിനിടയിൽ, ഈ സമയത്തിനിടയിൽ സീഡിറ്റിന്റെ സെർവർ അപ്ഗ്രേഡ് ചെയ്യുകയും അത് ഇന്ത്യയിൽ തന്നെ, മുംബൈയിൽ തന്നെ ആണ് സീഡിറ്റിന്റെ സെർവർ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ, അതായത് ഇതിന്റെ ജൂറിസ്ട്രിക്ഷൻ, നേരത്തെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ പ്രശ്നം ഉടലെടുക്കുകയാണ് എങ്കിൽ അത് ന്യൂയോർക്കിൽ ഈ നിയമ പോരാട്ടത്തിനുമായി മറ്റും പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഹർജി ചൂണ്ടിക്കാണിച്ചതാണ്. കോടതിയും ചോദ്യമായി തന്നെ ഇടക്കാല ഉത്തരവിൽ ചോദിച്ചതാണ്. എന്തായാലും നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്ത ബുള്ളറ്റിനിൽ വരാം. ഇപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോവിഡ് രോഗികളുടെ വിവരശേഖരണം സീഡിറ്റിന് തന്നെയാണ്. എന്നാൽ വിവര വിശകലനത്തിൽ സ്പ്രിംഗ്ലറിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുക. സ്പ്രിംഗ്ലറുമായുള്ള കരാർ മാറ്റമില്ലാതെ തന്നെ തുടരുന്നു. അതേസമയം തന്നെ ഘട്ടം ഘട്ടമായി വിവരശേഖരണം സീഡിറ്റിലേക്ക് മാറ്റാൻ സർക്കാർ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സജു ദേവസിയാണ് കൊച്ചിയിൽ നിന്നും. ന്യൂസ് ആഫ്റ്റർനൂണിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ട വേദനയുള്ള ചില ശബ്ദങ്ങളുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ആശ്വാസത്തിൻ്റെ കാറ്റെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോവിഡിൽ ജീവിതം മറ്റൊരു വഴിയിലേക്ക് ഗതിമാറുകയാണ്. നാട്ടിലെത്താനാകാതെ നിരവധി ജീവനുകളാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആശ്വാസ തീരമണയാൻ വിവിധ ജനപ്രതിനിധികളോടൊപ്പം 24 കൈകോർത്ത് നൽകുന്ന സഹായം തുടരുകയാണ് ന്യൂസ് ആഫ്റ്റർനൂണിൽ. ഗർഭിണികളും രോഗികളുമായുള്ള നിരവധി പേർക്ക് സഹായം എത്തിക്കാൻ ന്യൂസ് ആഫ്റ്റർനൂണിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞു. തീർച്ചയായും ജനപ്രതിനിധികൾ പൂർണ്ണമായും എല്ലാ പ്രയോറിറ്റി പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് നടത്തിയ സഹായമാണ് ഇത്തരത്തിൽ ആളുകളെ നാട്ടിലെത്തിക്കാൻ ഇടയാക്കിയത്. പഞ്ചാബിൽ നാട്ടിലെത്താനാകാതെ കുടുങ്ങിക്കിടന്ന ചില്ലു എബ്രഹാം എന്ന ഡോക്ടർ നാളെ വൈകിട്ടോടെ നാട്ടിലെത്തും. കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ MP 2 പേരെ നാട്ടിലെത്തിക്കാൻ നടപടി തുടങ്ങിയിരുന്നു. അവരും 2 ദിവസത്തിനകം നാട്ടിലണയും. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് കേൾക്കാം. മെയ് മാസം 18-ാം തീയതി ന്യൂസ് ചാനൽ 24 ഡോക്ടർ അരുൺ ആങ്കറായിട്ടുള്ള ന്യൂസ് ആഫ്റ്റർ നൂൺ, ഈ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായി അദ്ദേഹം എന്നെ ക്ഷണിക്കുകയുണ്ടായി. ആ പരിപാടിയിൽ വിദേശ മലയാളികളുമായി ഡയറക്റ്റായി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണത്. അതിൽ 2 പേരാണ് എന്നോട് ചോദ്യവുമായി വന്നത്. ഒന്ന് ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യത്ത് മിഥുൻ സുധാകരൻ, അദ്ദേഹത്തോടൊപ്പം 3 പേരുണ്ട്. അവർക്ക് നാട്ടിൽ വരാൻ ഒരു നിവൃത്തിയുമില്ല. അവരെന്നോട് ആവശ്യപ്പെട്ടു, എങ്ങനെയെങ്കിലും ഞങ്ങളെ നാട്ടിലെത്തിക്കണം. ഞാൻ ന്യൂസ് 24 ചാനലിന് ഉറപ്പ് കൊടുത്തു, ഡോക്ടർ അരുൺ ഉറപ്പ് കൊടുത്തു, ഈ 3 പേരെയും ഏത് വിധേനയും ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഞാൻ അവിടുത്തെ എംബസിയുമായും അതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റുമായും വിദേശകാര്യ വകുപ്പുമായും എയർ ഇന്ത്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ 3 പേരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. ആ ശ്രമം ഫലം കണ്ടു. അവരെന്നെ വിളിച്ചു അറിയിച്ചു, ഈ 3 പേർക്കും ടിക്കറ്റ്. താങ്ക് യു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP. എന്തായാലും അങ്ങയുടെ സഹായം കൊണ്ട് ഫിലിപ്പൈൻസിൽ കുടുങ്ങിയ മിഥുനും സുഹൃത്തുക്കളും നാട്ടിലേക്ക് എത്തുകയാണ്. ഒരു പരിധിവരെ വളരെ ആശങ്കയിലായിരുന്നു മിഥുനും ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ സഹായിച്ച മറ്റു 2 പേരും. എന്തായാലും എല്ലാവരും നാട്ടിലേക്ക് തിരികെ മടങ്ങുകയാണ്. സഹായം മറക്കില്ല, വീണ്ടും സഹായം തുടരുക. നന്ദി ഒരിക്കൽ കൂടി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ക്ക്.
ഇനി നമ്മൾ എൻ കെ പ്രേമചന്ദ്രൻ എം പിയിലേക്ക് പോകുന്നു. അദ്ദേഹം തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി, വെൽക്കം ടു ന്യൂസ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. കോവിഡിന്റെ ലോക്ക്ഡൌണിന്റെ അടുത്തൊരു ഘട്ടമാണ്. ധാരാളം ആളുകൾ നമ്മളെ ഈ നാട്ടിലേക്ക് അണയാനുള്ള വേഗതയിൽ അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിൽ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും നമുക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യവുമുണ്ട്. അത്രത്തോളം ഉണ്ട് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ്. നമുക്ക് ഇനിയിപ്പോൾ തീവണ്ടി പുനരാരംഭിക്കുന്നതോടുകൂടി രാജ്യത്തിനകത്തെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാൻ കഴിയും എന്ന് നമുക്ക് കരുതാം, അല്ലേ? തീർച്ചയായിട്ടും തീവണ്ടി ഗതാഗത സർവീസ് ആരംഭിക്കുന്നതോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെത്താൻ പര്യാപ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗതാഗത മാർഗം തന്നെയാണ് തീവണ്ടി സർവീസ്. ആ സർവീസ് ആരംഭിക്കുന്നതോടുകൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബംഗളൂരു അടക്കമുള്ള വിവിധ പട്ടണങ്ങളിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരായ, പ്രത്യേകിച്ചും സ്വന്തമായി വാഹനത്തിന് പണം കണ്ടെത്താൻ നിവൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ സ്വന്തമായി വാഹനമില്ലാത്ത വാഹനം ഏർപ്പാടാക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത സാധാരണക്കാരായ സാമാന്യ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായിരിക്കും തീവണ്ടി സർവീസ് ആരംഭിക്കുന്നതിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്. 2 മാസക്കാലമായി, ഏതാണ്ട് 58 ദിവസക്കാലമായി ഒറ്റപ്പെട്ട് പല രൂപത്തിൽ ദുരിതവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് ഏറ്റവും ആശ്വാസകരമായ നടപടിയായിരിക്കും തീവണ്ടി സർവീസ് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി ആരംഭിക്കാനുള്ള കേന്ദ്ര തീരുമാനം എന്നാണ്. തീർച്ചയായും ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, നമുക്ക് ഇപ്പോൾ 2 പേർ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ആദ്യം മെർലിനാണ്. മെർലിൻ സൗദിയിൽ നിന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മെർലിന്റെ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം 32 ആഴ്ച പിന്നിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതോ 28 29 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. ക്യാരിയിങ് ആണ്, നാട്ടിലേക്ക് വരണം, സൗദിയിലാണ്. എവിടെയാണ് സ്ഥലം എന്ന് മെർലിൻ നമ്മളോട് പറയട്ടെ. ഈ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട പലർക്കും കൃത്യമായി ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയാതെ പോകുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇതെന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ആളുകൾ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്നത്? പ്രയോറിറ്റി നമ്പർ 1 ആണല്ലോ ഗർഭിണികൾ. പക്ഷേ നമ്മുടെ എംബസി വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്തില്ല എന്ന പരാതി ഇപ്പോഴും തുടരുകയാണ്. അത്തരത്തിലുള്ള ധാരാളം പരാതികൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ലഭിച്ച 5 മാസം 6 മാസം കഴിഞ്ഞിട്ടുള്ള കേസുകളൊക്കെ തന്നെ ഒരു പ്രത്യേക പരിഗണനയോടുകൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇമെയിൽ സന്ദേശം മുഖാന്തരവും അല്ലാതെയും ബന്ധപ്പെട്ട എംബസികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പല കേസുകളും അംഗീകരിച്ചു പോന്നിട്ടുണ്ട്. മെർലിന്റെ കേസിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് എനിക്കറിയില്ല. തീർച്ചയായും അത്തരത്തിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും സീറ്റ് എയർ ഇന്ത്യയിൽ ലഭ്യമാകാതെ വരുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. 8 കാറ്റഗറികളിൽ, കാരണം കേന്ദ്ര ഗവൺമെന്റും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ അംഗീകരിച്ച് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള 8 കാറ്റഗറികളിൽ, വിഭാഗങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കപ്പെടേണ്ടുന്ന വിഭാഗമാണ് പ്രഗ്നന്റ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം മെർലിന്റെ കേസ് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കി കഴിഞ്ഞാൽ ഇന്ന് തന്നെ എംബസിയുമായി ബന്ധപ്പെടാം, വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടാം. ഇതിന്റെ യുണീക് ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിന്റെ സ്പെഷ്യൽ കേസ് എന്താണ് എന്നുള്ളത് അവരെ ശ്രദ്ധയിൽപ്പെടുത്തി മെർലിന്റെ ഈ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ എന്റെ ഭാഗത്തു നിന്നുണ്ടാകും. താങ്ക് യു ശ്രീ പ്രേമചന്ദ്രൻ എം പി. ഇപ്പോൾ അൻവർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ഇപ്പോൾ സൗദിയിൽ നിന്ന് എഴുതി ചോദിക്കുന്നുണ്ട്. സൗദി ജിദ്ദയിൽ നിന്നും ജൂൺ 3 വരെ കേരളത്തിലേക്ക് ഒരു ഫ്ലൈറ്റ് പോലുമില്ല. 2 മാസമായി ജോലിയില്ല. കയ്യിലുള്ള കാശ് തീർന്നാൽ ഭക്ഷണത്തിനും ബുദ്ധിമുട്ടും. 2 വർഷമാവും. ഞങ്ങൾ ഇവിടെ വന്ന് മരിക്കണോ എന്നാണ് അൻവർ ചോദിക്കുന്നത്. ജിദ്ദയിൽ നിന്ന് നാട്ടിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. ഇതാണ് അൻവർ എന്ന ഒരു പ്രേക്ഷകൻ ഇപ്പോൾ പറയുന്നത്. ജിദ്ദയിൽ നിന്ന് ഇത്തരം ഒരുപാട് കോളുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ജിദ്ദയിൽ നിന്ന് തന്നെ വളരെ ദൂരെ അകലെയുള്ള ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. അവരുടെ കാര്യം വളരെ കഷ്ടമാണ്. ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ അവരുടെ ദൃശ്യങ്ങളൊക്കെ തന്നു. നമുക്ക് കണ്ടാൽ വേദന തോന്നുന്ന ദൃശ്യങ്ങളാണ് അവർ അയച്ചു തരുന്നത്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി. തീർച്ചയായിട്ടും ഈ ആവശ്യം വളരെ നേരത്തെ ഉന്നയിക്കപ്പെട്ടതാണ്. കാരണം ജിദ്ദയിൽ നിന്ന് റിയാദിൽ എത്തണമെന്നുണ്ടെങ്കിൽ 100-400 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം വരാൻ. പലപ്പോഴും ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ അവിടം വരെ യാത്ര ചെയ്ത് വരാനുള്ള സൗകര്യങ്ങളില്ലാത്ത ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ധാരാളം പേരുണ്ട്. അവരെല്ലാം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. റിയാദിൽ നിന്ന് വിമാനം ആരംഭിക്കുന്നതിന് സമാനമായി ജിദ്ദയിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വിമാന സർവീസ് ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശം വളരെ നേരത്തെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ബന്ധപ്പെട്ടവരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള എനിക്ക് തോന്നുന്നു അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും കുറെ കൂടി വികേന്ദ്രീകൃത സ്വഭാവത്തിലുള്ള ഫ്ലൈറ്റുകൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു പൊതു ആവശ്യമാണ്. പ്രത്യേകിച്ചും ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം പട്ടണ പ്രദേശങ്ങളിൽ നിന്ന്, ദമാമിൽ നിന്ന്, അതുപോലെ തന്നെ റിയാദിൽ നിന്നൊക്കെ വളരെ ദൂരെയാണ്. അതിൽ തന്നെ റിയാദ് വരെ അവർ യാത്ര ചെയ്ത് വരണമെന്ന് പറയുന്നത് സാഹസികമായിട്ടുള്ള യജ്ഞമാണ്. ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന ഈ പാൻഡമിക് പീരീഡിൽ
അതുകൊണ്ട് തന്നെ വികേന്ദ്രീകൃത സ്വഭാവത്തിൽ കൂടുതൽ വിമാനത്താവളങ്ങളിൽ നിന്ന് സർവീസ് ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഇതിനെ ആകെ ഏകോപിപ്പിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രാലയത്തിന്റെയും ശ്രദ്ധയിൽ ആവർത്തിച്ച് ഈ വിഷയം കൊണ്ടുവരുന്നതാണ്. റൈറ്റ്, അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷക കൂടി പറയുന്നു, ജിദ്ദയിൽ 7 മാസം ഗർഭിണിയാണ്, പക്ഷേ നാട്ടിലേക്ക് വരാൻ ഈ പറഞ്ഞതുപോലെ റിയാദിൽ നിന്നേ ഫ്ലൈറ്റ് ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല. എന്നാലും MP ഈ ഒരു കാര്യം കേന്ദ്ര മന്ത്രാലയത്തെ പ്രത്യേകിച്ച് അറിയിക്കുകയാണെങ്കിൽ അത് ജിദ്ദയിൽ കുടുങ്ങിക്കിടക്കുന്ന ഗർഭിണികളായ പ്രവാസികൾക്ക് ഏറെ സഹായകരമായിരിക്കും. എന്തായാലും എനിക്ക് പ്രേമചന്ദ്രൻ MP ഇത് വ്യോമയാന മന്ത്രാലയത്തോട് ആവശ്യപ്പെടുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ അടുത്ത മെറിലേക്ക് തിരിച്ചു വരാം. മെറിലേക്ക് വരും മുമ്പ് നമ്മൾ പോകുന്നത് സുകേഷിലേക്കാണ് എന്നാണ്. സുകേഷ് ഇപ്പോൾ ദുബായിലാണ്. സുകേഷ് ഒരു കിഡ്നി പേഷ്യൻ്റ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 1 മാസം മുമ്പ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നും കേൾക്കുന്നു. സുകേഷ്, നമുക്കൊപ്പം NK പ്രേമചന്ദ്രൻ MP ഉണ്ട്. വെൽക്കം ടു ന്യൂസ് ആഫ്റ്റർനൂൺ. എന്താണ് താങ്കളുടെ പ്രശ്നം എന്ന് MP യോട് തുറന്നു പറഞ്ഞോളൂ. എനിക്ക് ജോലിയില്ല, ജോലി ക്യാൻസലായി. ഇപ്പൊ റൂമിലിരിക്കണ. എനിക്ക് തുടർന്നുള്ള ട്രീറ്റ്മെന്റ് ഈ നാട്ടിൽ പോയിട്ട് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ. സുകേഷ് നാട്ടിൽ എവിടെയാണ്? നാട്ടില് തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. എത്ര നാളായി ദുബായിലെത്തിയിട്ട്? ദുബായിലെത്തിയിട്ട് 2 വർഷം 2 മാസം. ഏത് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തത്? ഞാൻ അവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ്. എന്താ ജോലി അവർ അവസാനിപ്പിച്ചത്? കോവിഡ് വന്നതുകൊണ്ടാണോ? കോവിഡ് പ്രശ്നമായവരാണ്. ജോലി നഷ്ടപ്പെട്ടു. ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ. ഓട്ടോമൊബൈൽ ടെക്നീഷ്യനാണ്. എന്താണ് കിഡ്നി സംബന്ധമായ എന്തോ അസുഖമുണ്ടെന്ന് കേട്ടു. കിഡ്നിക്ക് ക്രിയാറ്റിൻ കൂടുതലാണ് ബ്ലഡില്, പിന്നെ യൂറിൻ കൂടെ പ്രോട്ടീൻ കണ്ടമാനം പോകുന്നുണ്ട്, പിന്നെ ഹൈ BP ഉണ്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട് സുകേഷിന്? എനിക്ക് 33 വയസ്സ്. 33 വയസ്സുണ്ട്. നാട്ടിൽ തൃശ്ശൂരിലേക്ക് വരണം. അവിടെ ഇൻഷുറൻസ് ഇല്ല അല്ലേ? ഇല്ല, കഴിഞ്ഞു. ക്യാൻസൽ ചെയ്തു വിസയൊക്കെ. വിസ കഴിഞ്ഞു? വിസയുടെ കാലാവധി കഴിഞ്ഞു? ഇല്ലല്ലോ, കാലാവധി കഴിഞ്ഞിട്ടില്ല. പക്ഷേ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. സാർ, MP നമുക്കൊപ്പമുണ്ട്. MP യോട് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ശ്രീ പ്രേമചന്ദ്രൻ MP, ഇദ്ദേഹം ദുബായിലാണ്. 33 വയസ്സ്, അങ്ങ് കേട്ട് കാണുമല്ലോ. കിഡ്നി സംബന്ധമായ അസുഖം ഉള്ളതുകൊണ്ട് ഒരു ടെർമിനൽ ഇൽനെസ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും എന്നാൽ വളരെ ഗുരുതരമായ ഒരു അസുഖം ഉള്ളയാൾ കൂടിയാണ്. നമുക്ക് ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കണം. എന്ത് ചെയ്യാൻ സാധിക്കും ശ്രീ MP? അല്ല, സുമേഷ് വളരെ ഉന്നയിച്ച 2 കാര്യങ്ങൾ. കാരണം ഈ പറയുന്ന 8 കാറ്റഗറികളിൽ ഒന്ന്, അദ്ദേഹത്തിന് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. രണ്ടാമത്തേത് രോഗാതുരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ 2 സാഹചര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ 8 പ്രത്യേക ഘടകങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് ഈ 2 ഘടകങ്ങളുടെയും പശ്ചാത്തലത്തിൽ മുൻഗണനാക്രമത്തിൽ സുമേഷിനെ നാട്ടിലെത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ നമ്മുടെ ദുബൈയിലെ കോൺസുലേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതനുസരിച്ച് ലഭ്യമായിട്ടുള്ളതൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വിശദമായി തന്നെ രേഖാമൂലം തന്നെ നൽകിയിട്ടുണ്ട്, അല്ലാതെ ടെലിഫോൺ മുഖാന്തരവും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫർദർ ഫോളോ അപ്പ് ആക്ഷൻ എന്തായി എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഇപ്പോൾ ഇന്ന് ഈ ഉന്നയിച്ച 3 കേസുകൾ, നേരത്തെ പറഞ്ഞ മെർലിൻ്റെ കേസും അതുപോലെ രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്ത പൊതുവായ പ്രശ്നമായിട്ടുള്ള ജിദ്ദയിൽ നിന്ന് വിമാന സർവീസ് ആരംഭിക്കുന്നതും, ഇപ്പോൾ സുമേഷിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗം നിലനിൽക്കുന്നു, തൊഴിൽ നഷ്ടപ്പെട്ട് മറ്റൊരു വരുമാന മാർഗവും ഇല്ലാതെ ദുബൈയിൽ കഴിയുന്നു. ഈ 2 ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് നാട്ടിലെത്തിക്കാൻ മുൻഗണനാക്രമത്തിൽ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവരോട് ഈ കാര്യം ആവശ്യപ്പെടാം, ശ്രദ്ധയിൽപ്പെടുത്താം, അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്താം. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എൻ്റെ മെയിലിൽ അയച്ചാൽ മതി, ഞാൻ തന്നെ അത് ടേക്കപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. റൈറ്റ്. സുകേഷ്, MP യോട് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട്? ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ആശ്വാസത്തിലേക്ക് മടങ്ങാം. നാട്ടിലേക്ക് ഉടൻ എത്താനുള്ള സംവിധാനം MP ഒപ്പിക്കും. സുകേഷ്, താങ്ക് യു സാർ, വളരെ ഉപകാരം. താങ്ക് യു സുകേഷ്. താങ്ക് യു ഫോർ കോളിംഗ് എസ്. എന്തായാലും സുകേഷിന് നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ MP നമുക്ക് നൽകുന്ന സൂചന. ഇനി അബ്ബാസിലേക്ക് നമ്മൾ പോകുന്നു. അബ്ബാസ് ഷാർജയിൽ നിന്നാണ് നമുക്കിപ്പം തത്സമയം ചേരുന്നത്. അബ്ബാസിനോടൊപ്പം മറ്റു മലയാളികളും ഭക്ഷണമില്ലാതെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അബ്ബാസ് പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരിട്ട് നമുക്ക് അബ്ബാസിനോട് ചോദിക്കാം. അബ്ബാസ്, എന്താണ് ഷാർജയിലെ പ്രശ്നം? നാട്ടിലെവിടെയാണ്? കൂടുതൽ ആളുകൾ അബ്ബാസിനോടൊപ്പമുണ്ടോ? നമുക്കൊപ്പം MP പ്രേമചന്ദ്രനുണ്ട്. അദ്ദേഹത്തോട് നേരിട്ട് കാര്യങ്ങൾ പറയാം. എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് അദ്ദേഹത്തെ ബോധിപ്പിക്കാം. വെൽക്കം ടു ന്യൂസ് ആഫ്റ്റർനൂൺ. സാർ, ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ന്യൂസ് 24 ന്യൂസിനോടും അതുപോലെ സാറിനോടൊക്കെ നന്ദി അറിയിക്കുന്നു. ഇതുപോലെ ഒരു ചാനലിൽ വന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ. ഞാൻ തൃശ്ശൂരാണ്, തൃശ്ശൂർ ചേലക്കര ഭാഗത്താണ്. ഞാനിവിടെ ഷാർജ ജോലി എടുക്കുന്നത്, ദുബൈയിൽ UAE. ഞാനിവിടെ 2 വർഷമായി വന്നിട്ട്.
ഒരു പ്രൈവറ്റ് കമ്പനിയിൽ, ഒരു ഹോളിഡേയ്സ് കമ്പനിയിലാണ് ജോലി എടുക്കുന്നത്. ഇപ്പം നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിലായിട്ട് ഇരിക്കുകയാണ്. കാര്യം ഇപ്പം 3 മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കുന്നു. ഇപ്പം കമ്പനി അതുപോലെ ശമ്പളം കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ചെലവിന് പോലും ഒരു ചാരിറ്റികളും അതുപോലെ മറ്റുള്ളവരും സഹായം ചെയ്തിട്ടാണ് ഇപ്പം ചെലവുകളും കാര്യങ്ങളും കഴിഞ്ഞു പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 25-ാം തീയതിക്ക് ശേഷം റൂം ഒഴിയണം എന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പം വളരെ ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് ഒരു സന്തോഷ വാർത്ത കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. അബ്ബാസിനോടൊപ്പം എത്ര പേരുണ്ട്? ഇതേ അവസ്ഥയിൽ എത്ര പേരുണ്ട് അബ്ബാസ്? ഞങ്ങൾ ഇവിടെ ഇപ്പം 3 റൂമിൽ 16 പേരുണ്ട്. ഇതേ അവസ്ഥയിൽ തന്നെയാണോ ഈ 16 പേരും? മലയാളികൾ 3 പേരാണുള്ളത്. ഓക്കെ, മലയാളികൾ 3 പേരുണ്ട്. ശ്രീ NK പ്രേമചന്ദ്രൻ MP, അബ്ബാസും മറ്റു മലയാളികളായ 3 പേരും. ഇവർക്ക് ശമ്പളം കിട്ടുന്നില്ല കഴിഞ്ഞ 3 മാസമായി. അങ്ങ് കേട്ട് കാണുമല്ലോ. നമുക്ക് എന്താണ് ഇവരുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? അവർക്കും നാട്ടിലേക്ക് മടങ്ങി വരണമെന്നുള്ളതാണ് അവരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ശമ്പള ലഭ്യത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ദുബൈയിലും ഷാർജയിലും ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികൾ ശമ്പളം ഉൾപ്പെടെയുള്ള സാമ്പത്തികാനുകൂല്യങ്ങൾ നൽകുന്നതിൽ വലിയ രൂപത്തിലുള്ള വൈമുഖ്യമാണ് പ്രകടിപ്പിക്കുന്നത്. അത്യാവശ്യം ഭക്ഷണം കൊടുക്കുന്നു, അക്കോമഡേഷൻ നിലനിർത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ ജീവസന്ധാരണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും കരണീയമായിട്ടുള്ള മാർഗം. അപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇതും ഈ തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുമാനമില്ലാതെ നിൽക്കുന്നവരെ നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരിക എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. മറ്റ് 7 കാറ്റഗറികളുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല. തൊഴിൽ നഷ്ടപ്പെട്ട് നിൽക്കുന്നവർ എന്ന നിലയിൽ തന്നെ ഇവരുടെയും 3 പേരുടെയും അപേക്ഷകൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമുക്ക് ഒരു ആളിലേക്ക് കൂടി വളരെ വേഗം പോകേണ്ടതുണ്ട്. ബിജു ആനന്ദൻ എന്നാണ് പേര്. സൗദിയിലാണ്. കിഡ്നി രോഗിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് നേരിട്ട് ബിജുവിനോട് സംസാരിക്കാം. ബിജു ആനന്ദൻ, എന്താണ് ബിജുവിന്റെ അവിടുത്തെ അവസ്ഥ? MP നമുക്കൊപ്പമുണ്ട്, നേരിട്ട് പറഞ്ഞോളൂ. ബിജു ആനന്ദൻ, കേൾക്കാമോ? ബിജു, അങ്ങേക്ക് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ചെറിയൊരു ശബ്ദ തടസ്സമുണ്ട്. വളരെ പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു വരാം. ന്യൂസ് ആഫ്റ്റർനൂണിൽ MP NK പ്രേമചന്ദ്രൻ തുടരുന്നുണ്ട്. ഇനി മെർലിനിലേക്ക് കൂടി നമുക്ക് ഒരിക്കൽ കൂടി തിരിച്ചു വരേണ്ടതുണ്ട്. നിരവധി ആളുകൾക്കുള്ള സാന്ത്വനവുമായിട്ടാണ് ജനപ്രതിനിധികൾ ന്യൂസ് ആഫ്റ്റർനൂണിൽ എത്തുന്നത്. ഇന്ന് NK പ്രേമചന്ദ്രൻ MP ആണ്. നിരവധി ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗിക്കുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, ഒരു തരത്തിലുള്ള പ്രയോറിറ്റി ലിസ്റ്റും ലംഘിക്കാതെയാണ് ജനപ്രതിനിധികൾ 24-നോടൊപ്പം ഇത്തരത്തിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ പെടാത്തവരെ നാട്ടിൽ കൊണ്ടുവരാനായി സഹായഹസ്തം നീട്ടുന്നത്. അതിൽ ഫലം കാണുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ന്യൂസ് ആഫ്റ്റർനൂണിൽ മെർലിൻ നമുക്കൊപ്പം ചേരുന്നു സൗദിയിൽ നിന്നും. മെർലിൻ, വെൽക്കം ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ന്യൂസ് ആഫ്റ്റർനൂൺ. മെർലിന്റെ അവസ്ഥ MP-യോട് പറയാം. നേരത്തെ സാങ്കേതിക തടസ്സം കാരണം കോൾ കട്ടായി പോയിരുന്നു. പറഞ്ഞോളൂ, MP നമുക്കൊപ്പമുണ്ട്. ഹലോ, പറഞ്ഞോളൂ. കേക്കും. എന്താണ് അവസ്ഥ? മെർലിൻ, ഞാൻ ഈ പറയുന്നത് കേട്ട് സംസാരിച്ചോളൂ. TV-യിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ വോളിയം കുറച്ച് വെച്ചോളൂ. മെർലിൻ, സംസാരിച്ചോളൂ. എന്താണ് അവസ്ഥയെന്ന് പറഞ്ഞോളൂ. ഇപ്പോൾ എത്ര മാസമാണ് ക്യാരിയിങ് ആയിരിക്കുന്നത്? നാട്ടിലേക്ക് വരേണ്ടതിന്റെ ആവശ്യകത MP-യോട് പറഞ്ഞോളൂ. ഹലോ, ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. ശബ്ദത്തിന്റെ സാങ്കേതിക തടസ്സം അല്പസമയത്തിനകം നമുക്ക് പരിഹരിക്കാം. നിരവധി ആളുകൾ നമുക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അതിൽ വളരെ പ്രധാന കാര്യം, ജിദ്ദയിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് നാട്ടിലേക്ക് എത്തണം. നാട്ടിലും ആർക്കും ജോലിയും കൂലിയും ഇല്ല. പക്ഷേ നാട്ടിലും ജോലിയില്ല തുടങ്ങിയ കോളുകൾ വരുന്നുണ്ട്. അഫ്നാൻ ചേരുന്നുണ്ട് ഇപ്പോൾ നമുക്കൊപ്പം. ചില കോളുകൾ വരുന്നു. ജിദ്ദയിൽ ഗർഭിണികളായവർ, ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്താൻ കഴിയില്ല. ഏകദേശം 1000 കിലോമീറ്ററിനപ്പുറത്താണ് ജിദ്ദയിൽ നിന്ന് കിടക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേക ഫ്ലൈറ്റ് ജിദ്ദയിൽ നിന്ന് നൽകിയാൽ മാത്രമേ നാട്ടിലേക്ക് വരാൻ കഴിയൂ. അബുദാബിയിൽ 3 മാസം ജോലിയില്ലാതെ ഇരിക്കുന്നു, പ്രയാസത്തിലാണ് എന്ന് ഫത്താഹുദ്ദീൻ റംല പറയുന്നു. ഇപ്പോൾ ഇനി നമുക്ക് അഫ്നാനിലേക്ക് പോകണം. അഫ്നാൻ റാസൽ ഖൈമയിലാണ് ഉള്ളത്. റാസൽ ഖൈമയിലെ ന്യൂ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. എന്താണ് അഫ്നാൻ പറയാനുള്ളത് മിനിസ്റ്ററിനോട്? അഫ്നാൻ, നമസ്കാരം. MP-യോട്
നമസ്കാരം. എനിക്കൊന്ന് മിനിസ്റ്ററിനോടും എന്തോ പറയാനുണ്ട്. മിനിസ്റ്റർ കേൾക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യമാണെന്ന് തോന്നുന്നു. പറഞ്ഞോ അഫ്നാൻ. അതെ 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 ഇപ്പം എന്റെ പേര് അഫ്നാൻ. ഞാൻ റാസൽ കൈമയിലെ ന്യൂ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. +2 വിദ്യാർത്ഥിയാണ്. ഇപ്പം എക്സാം നടത്തുന്നതിൽ ഞങ്ങൾ എല്ലാവരും വളരെയധികം ആശങ്കയിലാണ്. എന്ത് പറ്റി? കാരണം എന്ന് വെച്ചാൽ മാറ്റിയ സമയത്താണെങ്കിൽ എക്സാം മാറ്റുമ്പോഴും കോവിഡ് കേസസ് കുറവായിരുന്നു. ഇപ്പം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം കൂടുതലാണ്. എത്ര വിദ്യാർത്ഥികൾ ഏകദേശം കാണുമെന്ന് അഫ്നാൻ അറിയാമോ? റാസൽ ഖൈമ പരിസരത്ത് UAE മാത്രം. ഞങ്ങൾ റാസൽ ഖൈമ എന്റെ സ്കൂളിൽ +2 മാത്രം ഏതാണ്ട് 64 സ്റ്റുഡൻസോളം ഉണ്ട്. ഓക്കെ. പക്ഷേ ഈ നിയന്ത്രണങ്ങളോടുകൂടി നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ലേ? ഒരു ഹാളിൽ 10 പേർ അല്ലെങ്കിൽ 20 പേർ എന്ന രീതിയിൽ? ഒരു ഹാളിൽ 10 പേർ, അത് 2.5 മണിക്കൂറല്ലേ ഇരിക്കുന്നത്. അപ്പം അതെ, ഇത് നമുക്കൊരു ഉറപ്പും പറയാനൊക്കത്തില്ലല്ലോ. അത് നാട്ടിൽ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ നാട്ടിലെ പോലെ അല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. നാട്ടിലേക്കാൾ ഭയാനകമല്ലേ? ആ ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അഫ്നാനിന്റെ ആവശ്യം എന്താണ്? ഈ പരീക്ഷ ഒന്നുകിൽ ഈ സമയം കഴിഞ്ഞ് മറ്റൊരു സമയത്തേക്ക് വേണ്ടി പ്രത്യേക പരീക്ഷ നടത്തണമെന്നാണോ? അതെ, തീർച്ചയായിട്ടും. റൈറ്റ്. MP ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേക്ക് അറിയാമല്ലോ. പ്രതിപക്ഷം പറഞ്ഞിട്ടും സർക്കാർ ആ രീതിയിൽ വഴങ്ങിയില്ല. പിന്നീട് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കുക കൂടി ചെയ്തൊരു സാഹചര്യത്തിൽ എന്തായാലും പരീക്ഷ മാറ്റിവെക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അതിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്താണ് MPക്ക് അഫ്നാനോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ? ഞാൻ ഈ പ്രശ്നം അഫ്നാൻ ഉന്നയിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം കേരള ഗവൺമെന്റിന് കോൺഫിഡൻസോടുകൂടി എക്സാമിനേഷൻ നടത്താൻ കഴിയുന്നത് കേരളത്തിലാണ്. കാരണം കേരളത്തിന്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ചും രോഗവ്യാപനത്തെ സംബന്ധിച്ചും സാധ്യതയെ സംബന്ധിച്ചും എല്ലാം നല്ലതുപോലെ സംസ്ഥാന ഗവൺമെന്റിന് അറിയാമെന്നുള്ളതുകൊണ്ട് സംസ്ഥാനത്ത് പരീക്ഷ നടത്താൻ ഗവൺമെന്റിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അതിലിപ്പോ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഉന്നയിച്ചു, അത് അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ ഓക്കെ. പക്ഷേ ഗൾഫിലെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. SSLCയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതേണ്ടി വരുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ രോഗവ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, വലിയ തോതിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭീതിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഗൾഫിൽ ഈ പരീക്ഷ നടത്തുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സ്കൂളിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള മാനേജ്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് ഗൾഫിന്റെ പൊതുസ്ഥിതി. അത്തരമൊരു സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇത് പുനഃപരിശോധിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് ആവർത്തിച്ച് എനിക്ക് അഭിപ്രായം. എന്തായാലും MP എന്ന നിലയിൽ ഈ വിവരം അങ്ങ് വിദ്യാഭ്യാസ മന്ത്രിയെ കൂടി അറിയിക്കും എന്ന് കരുതുന്നു. ചാനൽ നമ്മളുടെ പ്രതിനിധികളും ഈ കാര്യം മിനിസ്റ്ററെ അറിയിക്കുകയും ചെയ്യും. അഫ്നാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം. താങ്ക് യു NK പ്രേമചന്ദ്രൻ MP ഈ സമയത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിനും ഉറപ്പ് നൽകിയതിനും പ്രതീക്ഷയായി ചിറകുമുളപ്പിക്കാനുള്ള വാക്കുകൾ നൽകിയതിനുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രവാസികൾക്കൊപ്പം പ്രേക്ഷകർക്കൊപ്പം തന്നെ താങ്ക് യു, താങ്ക്സ് അലോട്ട്. ഒപ്പം നമുക്കൊപ്പം ന്യൂസ് ആഫ്റ്റർനൂണിൽ പങ്കെടുത്ത മുഴുവൻ പ്രവാസികൾക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുള്ളവർ നാട്ടിലേക്ക് വരിക. നാടിന്റെ സ്നേഹത്തിലേക്ക് കൂടണയുക. 24 ഒപ്പമുണ്ട്.